ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് സുവിശേഷം 2:10 വായിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ദൂതൻ ഇടയന്മാരോട് അറിയിച്ച മഹാസന്തോഷം എന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. BC 740-680 കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നൽകപ്പെട്ട പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. യേശുവിൻ്റെ ജനനസ്ഥലം ബെത്ലഹേമാണെന്നും മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. രക്ഷയുടെയും പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സുവിശേഷമായ യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ് ഇവിടെ നാം കാണുന്നത്. ഈ സന്ദേശം പ്രത്യാശയുടേതാണ്, ഭയത്തിൻ്റെതല്ല. ഇസ്രായേലിനോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയും വീണ്ടെടുപ്പ് പദ്ധതിയെയും സൂചിപ്പിക്കുന്ന സന്ദേശമാണിത്. ലോകസ്ഥാപനത്തിന് മുമ്പ് പ്രഖ്യാപിച്ച ഒരു ദിനമാണ് യേശുവിൻ്റെ ജനനം. യഥാർത്ഥ ദിവസത്തിലും സ്ഥലത്തും സമയത്തുമായിരുന്നു യേശുവിൻ്റെ ജനനം. അതൊരു കെട്ടുകഥയല്ല. യേശു ഒരു സാങ്കല്പിക കഥാപാത്രവുമല്ല. യേശു ദൈവപുത്രനാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ്. യേശു നമ്മുടെ രക്ഷകനും നമുക്ക് ദൈവവുമായി സമാധാനം നൽകിയവനുമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് റോമാലേഖനം 3:23 പറയുന്നു. പാപം ഒരു ദുർവാർത്തയാണ്, എന്നാൽ യേശു ക്രിസ്തു സുവാർത്തയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. അതായത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവപുത്രനായ യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചു എന്നുള്ളതും അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ ക്രൂശിൽ മരിച്ചടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളതും മഹാസന്തോഷം നൽകുന്ന കാര്യമാണ്. ഏവരും ഈ മഹാസന്തോഷത്തിൽ പങ്കാളികളായി തീരുവാനിടയാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ്സസ് ഓൾ.